എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ചരിത്രത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഇതിഹാസ ഫ്രാഞ്ചൈസിയുടെ സൽപ്പേരിനെ അക്ഷരാർത്ഥത്തിൽ മണ്ണിലടിപ്പിച്ച ദുരന്തപൂർണമായ ഒരു കറുത്ത ഞായറാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ബദ്ധവൈരികളായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഏറ്റുവാങ്ങിയ ആ നാണം കെട്ട തോൽവിയുടെ അലയൊലികൾ അടങ്ങും മുൻപേ ക്രിക്കറ്റ് ലോകത്തെ ആകെ നടുക്കിക്കൊണ്ട് CSK ക്യാമ്പിൽ നിന്നും മറ്റൊരു സ്ഫോടനാത്മകമായ വാർത്ത കൂടി പുറത്തുവന്നിരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം പരാജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനത്തെ 10ാം സ്ഥാനത്തേക്ക് ടീം കൂപ്പുകുത്തിയതോടെ CSK ഉടമയുടെ രോഷം അണപട്ടിയൊഴുകുകയാണ്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ഈ ടീമിന്റെ ടൂർണമെന്റിൽ നിന്നുള്ള പുറത്താകൽ ഏതാണ്ട് ഉറപ്പായെന്ന് തുറന്നടിച്ചിരിക്കുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആ കറുത്ത രാത്രിയിൽ പടർന്നു പിടിച്ച ശ്മശാന മൂകതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായ പ്രതികരണമാണ് ഫ്രാഞ്ചൈസി ഉടമയിൽ നിന്നും ഉണ്ടായത്. ടീമിന്റെ നിലവിലെ പ്രകടനം തികച്ചും നിലവാരമില്ലാത്തതും അംഗീകരിക്കാനാവാത്തതുമാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം 5 തവണ IPL കിരീടം ചൂടിയ ഒരു ഇതിഹാസ ടീമിനെ ലോകത്തിനു മുന്നിൽ വെറുമൊരു കോമാളിയാക്കി മാറ്റിയ സാങ്കേതികവും മാനസികവുമായ വീഴ്ചകൾക്കെതിരെ ആഞ്ഞടിച്ചു. വിറയാർന്ന ശബ്ദത്തിലും കടുത്ത ദേഷ്യത്തിലുമാണ് അദ്ദേഹം തന്റെ വാക്കുകൾ പുറത്തേക്കെറിഞ്ഞത്. അതിങ്ങനെയായിരുന്നു: കേവലം ഒരു ഫ്രാഞ്ചൈസി ഉടമയോ ബിസിനസ്സുകാരനോ അല്ല, മറിച്ച് ഈ ടീമിനു വേണ്ടി സർവ്വവും സമർപ്പിച്ച വഞ്ചിക്കപ്പെട്ട ഒരു ക്രിക്കറ്റ് ആരാധകനായാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ചിന്നസ്വാമിയിൽ നടന്നത് വെറുമൊരു തോൽവിയല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ നാം നടത്തിയ ഭീരുത്വം നിറഞ്ഞൊരു കീഴടങ്ങൽ മാത്രമാണ്. തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളായ RCBക്കെതിരെ യാതൊരു ചെറുത്തുനിൽപ്പുമില്ലാതെ ഇങ്ങനെ മുട്ടുകുത്തുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോരാട്ട വീര്യത്തിനും മഹത്തായ ചരിത്രത്തിനും ഒരിക്കലും ചേർന്നതല്ലെന്നും ലക്ഷ്യബോധമില്ലാതെ യാതൊരു ആവേശവുമില്ലാതെ കളിക്കുന്ന ഈ ടീം ഈ സീസണിൽ നിന്ന് അപമാനകരമായി പുറത്താകുമെന്ന് പറയാൻ തനിക്ക് യാതൊരു മടിയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബൌളിംഗിൽ 250 പോലൊരു കൂറ്റൻ സ്കോർ വഴങ്ങുകയും മറുപടി ബാറ്റിംഗിനിറങ്ങിയപ്പോൾ ഏറ്റവും വിശ്വസ്തരായ 3 മുൻനിര ബാറ്റർമാർ വെറും 4 ഓവറിനുള്ളിൽ തന്നെ കൂടാരം കയറുകയും ചെയ്തത് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത കാര്യമാണ്. കോടിക്കണക്കിന് രൂപയും അനന്തമായ വിഭവങ്ങളും സമയവും ഈ ടീമിനു വേണ്ടി ചിലവഴിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെ അവർ ഇഴയുന്നത് കാണാനല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഒരു മത്സരത്തിലെ തോൽവി മാത്രമല്ല, മറിച്ച് ഏത് പ്രതിസന്ധിയിലും ടീമിനൊപ്പം നിന്ന കോടിക്കണക്കിന് ആരാധകരുടെ വികാരങ്ങളോടുള്ള ക്രൂരമായ വഞ്ചനയാണ്. എല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനും തോൽവികളെ മൂടിവെക്കാനുമുള്ള സമയം കഴിഞ്ഞുവെന്ന് ഉടമയുടെ തീപ്പൊരി പാറുന്ന വാക്കുകൾ വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ചെന്നൈ ക്യാമ്പിൽ വൻ അഴിച്ചുപണികൾ നടക്കുമെന്നും ജൂനിയർ എന്നോ സീനിയർ എന്നോ വ്യത്യാസമില്ലാതെ പല വമ്പൻ താരങ്ങൾക്കും സ്ഥാനം നഷ്ടപ്പെടുമെന്നും ഈ അന്ത്യശാസനം ഉറപ്പു നൽകുന്നു. നായകനും സീനിയർ താരങ്ങൾക്കുമുള്ള അന്ത്യശാസനം പേരും പ്രശസ്തിയും മാത്രം പോരാ, മറിച്ച് മൈതാനത്തെ പ്രകടനമാണ് പരമപ്രധാനം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിലവിലെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദും രവീന്ദ്ര ജഡേജയ്ക്ക് പകരംകാരനായി വലിയ പ്രതീക്ഷകളോടെ ടീമിലെത്തിയിട്ടും കഴിഞ്ഞ 3 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട സഞ്ജു സാംസണും തങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ടീമിന്റെ ഭാവി ഇരുളടഞ്ഞതാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സഞ്ജു സാംസൺ പോലൊരു പരിചയസമ്പന്നനായ താരത്തിൽ നിന്നും ഇത്രയും നിരുത്തരവാദപരമായ ഒരു പ്രകടനം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കളിക്കാരുടെ ശരീരഭാഷ തീർത്തും നിരാശാജനകമായിരുന്നു. ആദ്യ പന്ത് എറിയുന്നതിന് മുൻപ് തന്നെ അവർ മാനസികമായി പരാജയം സമ്മതിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നും ഉടമ കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിൽ CSKയുടെ മുഖമുദ്രയായിരുന്ന ആ പഴയ മൂർച്ചയും ചുറുചുറുക്കും പ്രസിദ്ധമായ ആ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റും ഇന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. 217 റൺസ് എന്ന ഭീമമായൊരു മാർജിനിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നിങ്ങളുടെ തന്ത്രങ്ങളും പദ്ധതികളും പൂർണ്ണമായും പാളിപ്പോയെന്ന് വ്യക്തമാവുകയാണ്. വികാരങ്ങളെ മാറ്റിവെച്ച് ചരിത്രപരവും കടുത്തതുമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വരും 2 മത്സരങ്ങളിൽ പ്രകടനത്തിൽ വലിയൊരു മാറ്റം കണ്ടില്ല എങ്കിൽ ടീമിനെ പൂർണ്ണമായും അഴിച്ചുപണിയുമെന്നും MS ധോണി കെട്ടിയുണ്ടാക്കിയ ഈ സാമ്രാജ്യം ഇങ്ങനെ തകർന്നടിയുന്നത് കണ്ടു നിൽക്കാനാവില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒന്നുകിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുക, അല്ലെങ്കിൽ പുറത്തുപോകാൻ തയ്യാറാവുക എന്ന കടുത്ത സന്ദേശമാണ് ഉടമ നൽകിയിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഡ്രസ്സിംഗ് റൂമിൽ ഉടലെടുത്ത ഈ കൊടുങ്കാറ്റ് അത്ര വേഗത്തിലൊന്നും കെട്ടടങ്ങാൻ പോകുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവരുടെ സുവർണ ചരിത്രത്തിനേറ്റ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ മഞ്ഞപ്പടയ്ക്ക് കഴിയുമോ? അതോ ഈ നാണം കെട്ട സീസണോടെ MS ധോണി പടുത്തുണ്ടാക്കിയ ആ മഹത്തായ യുഗത്തിന് അന്ത്യമാകുമോ? വരും 2 മത്സരങ്ങൾ ഇതിനുള്ള ഉത്തരം നൽകുക മാത്രമല്ല, പല വമ്പൻ താരങ്ങളുടെയും കരിയർ തന്നെ നിർണ്ണയിക്കുകയും ചെയ്യും. എന്തായാലും CSK ഉടമയുടെ ഈ രോഷപ്രകടനത്തെക്കുറിച്ചും ടീമിന്റെ പുറത്താകൽ ഭീഷണിയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ വർഷം ചെന്നൈയുടെ യാത്ര ഇവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെയും സഞ്ജു സാംസണെയും ടീമിൽ നിന്നും പുറത്താക്കണമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ CSK ക്രൈസിസ് എന്ന് രേഖപ്പെടുത്തി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും IPL 2026ലെ ഓരോ ചൂടൻ വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.